ഫ്രണ്ട്സ്, അച്ചി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക, ഉപ്പും ചേർത്ത് അതിനകത്ത് നമുക്ക് റൊട്ടിക്കൊക്കെ വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കാൻ പരുവത്തിൽ നമുക്ക് എന്തോരമാണോ ആവശ്യമുള്ളത് അത് വാട്ടിയെടുക്കാൻ പരുവത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. മാവെന്ന് ഉദ്ദേശിക്കുന്നത് അരിപ്പൊടിയാണ്. ഇതുണ്ട്, വാട്ടി വെച്ച മാവ് തണുത്ത് വരട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ബാക്കി പണി ചെയ്യാം. നമ്മൾ നേരത്തെ വാട്ടിയ പാത്രത്തിനകത്ത് കുറച്ച് പാൽ ഒഴിച്ച് തിളയ്ക്കാൻ വെക്കാം. ചിലരൊക്കെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ ചിലരൊക്കെ എടുക്കും. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പശുമ്പാൽ വെച്ച് ചൂടാകാൻ വെച്ചിരിക്കുക. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് 2 ഏത്തയ്ക്ക ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പാല് ചൂടായി വരുമ്പം ഈ അരിഞ്ഞിരിക്കുന്ന ഏത്തയ്ക്ക അതിനകത്തോട്ട് ഇടണം, തിളച്ച് വരുന്നതിനകത്തോട്ട്. ഇട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്, അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന് വെന്ത് വരട്ടെ. ആ ഏത്തയ്ക്ക വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ അരിപ്പൊടി വാട്ടി വെച്ചിരുന്നത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. തിക്കിടിക്കൊക്കെ ഇടുന്നത് പോലെ ഉരുട്ടി എടുക്കണം. ഇതുപോലെ തിളച്ച് ഏത്തയ്ക്ക വെന്തുകൊണ്ടിരിക്കുക. ഏത്തയ്ക്ക ചെറിയ പീസുകളാക്കിയത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി വെന്തുകൊണ്ടിരിക്കുക. ഇത് നല്ല വെന്ത് കഴിയുമ്പം ഇതിങ്ങനെ വെന്ത് കഴിയുമ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കണം. ഏലക്ക പൊടിയും ചെറുജീരകവും കൂടെ പൊടിച്ചത് ശകലം കുറച്ച് ഇട്ട് കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ ശർക്കരയോ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എന്തോരമാണോ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് അതിനാവശ്യത്തിനുള്ള മധുരം. ഒരുപാട് ചേർക്കരുത്. ശർക്കരയോ പഞ്ചസാരയോ ഇഷ്ടമുള്ളത് ചേർക്കാം. ഇതുപോലെ കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച്, ഒരുപാട് കുറുകിയിരിക്കരുത്, ശകലം നീളത്തിലിരിക്കണം. കുറച്ചുകൂടെ പാലൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കുറുകിയിരിക്കാതെ ശകലം ലൂസായിട്ടിരിക്കണം. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ പാലുവാഴയ്ക്ക റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.